ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്കൊരു പ്രത്യേകിച്ച് കറി എന്നൊന്നുമില്ല. നമുക്ക് നോൺ വെജിൻ്റെ കൂടെയും വെജിൻ്റെ കൂടെയും ഇത് രണ്ടും ഇല്ലെങ്കിൽ നല്ല ചട്നീൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വറുത്ത റവ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി വേണ്ടത് 2 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റവ നല്ല പോലെ കുതിർന്ന് കിട്ടും. അതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളപ്പത്തിലൊക്കെ ചേർക്കുമല്ലോ, ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അരിക്ക് പകരം റവയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം മൂക്കാത്ത തേങ്ങ ആയിരിക്കും കൂടുതൽ നല്ലത്. അതിലായിരിക്കും നല്ല പാലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അധികം മൂക്കാത്ത തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഓൾറെഡി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, അത് നല്ല വെള്ളപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കും. ഒന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. നമ്മൾ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. 3 മണിക്കൂറിന് ശേഷം നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശത്തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുറന്ന് തന്നെ വെക്കുക. ഒരു മിനിറ്റ് ഓളം തുറന്ന് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നല്ല ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് നല്ല ഓട്ടകളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല അപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പമാണല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അരിയൊക്കെ കുതിർക്കാനായിട്ട് നമ്മൾ മറന്നു പോകുമല്ലോ. ആ ഒരു സമയത്ത് റവ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 3 മണിക്കൂർ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചൂടുള്ള ടൈമാണെങ്കിൽ ഒരു 3 മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് പൊങ്ങി വരാൻ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കണതല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.